ഹലോ എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം, വെരി ഗുഡ് മോർണിംഗ്. സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും 5 AM ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡില് പുതിയൊരു ചോദ്യവുമായിട്ട് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അറിയാലോ, 5 AM ക്ലബിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ദിവസവും പുതിയ പുതിയ ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ, അതിനെ ഇഴകീറി പരിശോധിച്ച് അതിന്റെ അനുബന്ധ വിവരങ്ങൾ ഇതൊക്കെ പഠിക്കുകയാണ്. അധികാലത്തെ ഉള്ള ക്ലാസ് ആണ്, രാവിലെയുള്ള ക്ലാസ് ആണ്. ആ പ്രഭാതത്തില് രാവിലെ പഠിച്ച നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ വെച്ച് താമസിപ്പിക്കുന്നില്ല. 5 AM ക്ലബിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ പുതിയ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. കുറെ അധികം കാര്യങ്ങൾ ഇന്നത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. സാധാരണ നിങ്ങളെയൊക്കെ ഒരുപാട് പേരെ വട്ടം ചുറ്റിക്കുന്ന ചോദ്യങ്ങളാണ് രസതന്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുള്ളത് അല്ലെ. സയൻസ് വിഷയങ്ങളില് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെയാണ് സമീപകാലത്ത്, പ്രത്യേകിച്ചും കെമിസ്ട്രിയാണ് ചോദ്യങ്ങൾ കുറച്ച് കടുപ്പിച്ചിട്ടുള്ളത്. NCERT ലെവലിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരുപാട് സംശയങ്ങൾ വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആറ്റം മാതൃകകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യം സമീപകാലത്ത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാണ്, ഇന്നത്തെ ആ ചോദ്യത്തിലേക്ക് കടക്കാണ്. ചോദ്യം ഇതായിരുന്നു, കാണാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുന്നു. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ JJ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആരുമായിട്ടാണ്? JJ തോംസണുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന. നമുക്കറിയാലോ, ആറ്റവും അതിന്റെ മാതൃകകൾ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ആറ്റം മാതൃകകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ ആറ്റം മാതൃക പ്രപ്പോസ് ചെയ്ത, മുന്നോട്ട് വെച്ച വ്യക്തിയാണ് JJ തോംസൺ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ തോംസണുമായിട്ട് ബന്ധപ്പെട്ട കുറെ അധികം കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ താഴെ നമുക്ക് 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ JJ തോംസണുമായിട്ട് ബന്ധപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്, പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. രണ്ടാമത്തേതാണ് ഇലക്ട്രോണിനെ കണ്ടെത്തി. മൂന്നാമത്തേതാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. നാലാമത്തേതാണ് ന്യൂട്രോണിനെ കണ്ടെത്തി. ഇതിൽ ഏതാണ്, ഈ 4 പ്രസ്താവനകളിൽ ഏതാണ് JJ തോംസണുമായിട്ട് ബന്ധപ്പെടാത്തത്? എന്താ ചോദിച്ചിരിക്കുന്നേ? ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം കൃത്യമായിട്ട് വായിക്കാതെ ഉത്തരം എഴുതാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ ബന്ധപ്പെടാത്ത എന്നുള്ളത് കാണത്തില്ല, JJ തോംസൺ എന്ന് മാത്രം കണ്ടിട്ട് പോയിട്ട് ഉത്തരം എഴുതി വെക്കുന്ന പരിപാടിയൊക്കെ നമുക്ക് സംഭവിക്കാറുള്ളതാണ്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അപ്പൊ ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതായിരിക്കും? JJ തോംസണുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് ഒന്ന് പറയാമോ? ഏതായിരിക്കും? ഞാൻ നോക്കട്ടെ. ആൻസർ എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നോക്കിക്കേ, പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. അതല്ലേ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്? എന്ത്? ആറ്റത്തെ സംബന്ധിക്കുന്ന ആദ്യത്തെ സ്ട്രക്ചർ അല്ലെ, ആദ്യത്തെ ആറ്റം മാതൃക പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡൽ, അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വെച്ചത് ആരാണ്? JJ തോംസൺ ആണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് വരുന്നു. അടുത്തത്, ഇലക്ട്രോണിനെ കണ്ടെത്തിയില്ലേ? യെസ്, ഇലക്ട്രോണിനെ കണ്ടെത്തുകയും ചെയ്തു. അതിന്റെ ചാർജും മാസും കണ്ടെത്തി. ചാർജ് ടു മാസ് റേഷ്യോ, ഇലക്ട്രോണിന്റെ ഭാരവും മാസും അതേപോലെ തന്നെ അതിന്റെ ചാർജും തമ്മിലുള്ള റേഷ്യോ, അനുപാതം കണ്ടെത്തിയതും ആര് തന്നെയാണ്? നമ്മുടെ JJ തോംസൺ തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് വരുന്നു. അടുത്തത്, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ആണല്ലോ, നമ്മുടെ കുറെ അധികം കാലമായിട്ട് ഇപ്പോ പറയുന്ന JJ തോംസണും അദ്ദേഹത്തിന് മുന്നേ ഗോൾസ്റ്റീനും ഇങ്ങനെ കുറെ ആളുകളെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയാണല്ലോ കാഥോഡ് റേ കണ്ടുപിടിച്ചതും കനാൽ റേസിനെ കണ്ടുപിടിക്കുന്നതും. അങ്ങനെയുള്ള ഒരു എന്താ പറയുന്ന, ആറ്റത്തെ നമ്മുടെ ഡാൽട്ടൺ കണ്ടുപിടിച്ചെങ്കിലും ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല എന്നാണ് ഡാൽട്ടൺ പറഞ്ഞു വെച്ചത് അല്ലെ. എന്നാല് ആറ്റത്തെ വീണ്ടും വിഭജിക്കാമെന്നും അതില് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ആ ഒരു ചാർജിന്റെ അംശം ഉണ്ടെന്നും ഒക്കെ പിൽക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടു. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നത് എന്ത് വഴിയാണ്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ വഴിയാണ് അല്ലെ. ഗ്ലാസ് ട്യൂബ് പരീക്ഷണങ്ങൾ വഴിയാണ്. വാതകം, കൃത്യമായ അളവിലുള്ള ഏതെങ്കിലും ഒരു ഗ്യാസ്, ഒരു വാതകം നിറച്ചിട്ടുള്ള ഗ്ലാസ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെയാണ്. അതിനെ നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പരീക്ഷണങ്ങളിലൂടെയാണ് ഈ പറയുന്ന ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചത്, കാഥോഡ് റേസിനെയും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെയാണ്. അപ്പൊ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ ആരും നടത്തിയിട്ടുണ്ട്? JJ തോംസണും നടത്തിയിട്ടുണ്ട്. പിന്നെ നോക്കിക്കേ, ന്യൂട്രോണിനെ കണ്ടെത്തിയായിരുന്നോ? ഇല്ല, ഇലക്ട്രോണിനെയാണ് JJ തോംസൺ കണ്ടെത്തിയത്. ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ഇപ്പൊ ഇതാണ് ബന്ധപ്പെടാത്തത്. അപ്പൊ ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ആരാ? ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത്
കണ്ടുപിടിച്ചത്? ജെയിംസ് ചാഡ്വിക് ആണ്. ആരാണ്? ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന വ്യക്തിയാണ്, സയന്റിസ്റ്റ് ആണ് ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത്. സോ ജെ തോംസണുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആയിരുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പഠിക്കണം? ജെ തോംസണെ കുറിച്ച് പഠിക്കണം. അദ്ദേഹം ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു ആണല്ലോ. അപ്പൊ ഇനി അദ്ദേഹം മുന്നോട്ട് വെച്ച മോഡൽ, ആറ്റം മോഡൽ ഏതാണ്? പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ. ഇതൊക്കെ ഇതിന് പറയുന്ന പേരുകളാണ്. അപ്പൊ ഇത് എന്താണ് ഈ മോഡലിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യം തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ, ഈ ചോദ്യം എവിടുന്നാ വന്നേ? ഈ ചോദ്യം ചോദിച്ചത് 2024 ഈ റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷ ഏതായിരുന്നു? നമ്മുടെ ഡിസംബർ മാസം 10th പ്രിലിമിനറി പരീക്ഷ നടന്നായിരുന്നു അല്ലെ? സെക്രട്ടേറിയറ്റ് OA പോലുള്ള തസ്തികകളിലേക്ക് വേണ്ടിയിട്ടുള്ള 10ാം തരം പ്രിലിമിനറി പരീക്ഷ ഈ ഡിസംബർ മാസത്തിൽ ഒടുക്കം നടന്നിരുന്നു. ആ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്ന നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം വന്നത് ഡിസംബർ മാസം 2024 ഡിസംബർ മാസത്തിൽ ചോദിച്ച ചോദ്യമാണ്. 10ാം ക്ലാസ് യോഗ്യതാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആദ്യം എന്താണ്? ആറ്റം ആണല്ലോ അടിസ്ഥാനം. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു പദാർത്ഥത്തിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അതിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റുകൾ അല്ലെ, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചില കണികകൾ അടങ്ങിയിട്ടുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് പ്രയോഗിച്ചതും ആറ്റത്തിന് ഒരു തിയറി, ഒരു അറ്റോമിക് സിദ്ധാന്തം അല്ലെ, അറ്റോമിക് തിയറിയും കൊണ്ടുവന്നത് ആരാണ്? ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ന് നമുക്കറിയാം. 1808 കേട്ടോ. 1808 അറ്റോമിക സിദ്ധാന്തത്തെ കുറിച്ച് ആര് പറഞ്ഞത്? നമ്മുടെ ജോൺ ഡാൾട്ടൺ പറഞ്ഞു വെച്ചത്. അപ്പൊ ആറ്റം എന്ന് പറയുന്നത് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയാത്ത ഒന്നാണെന്നും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുനർവിഭജിക്കാൻ പറ്റില്ല, ഡിവിസിബിൾ അല്ല എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഡാൾട്ടൺ പറഞ്ഞു വെച്ചത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്ന കുറെ അധികം ശാസ്ത്രജ്ഞര് കണ്ടുപിടിച്ചത് എന്താണ്? ആറ്റത്തെ നമുക്ക് പുനർവിഭജിക്കാൻ പറ്റും. ആറ്റത്തിനകത്ത് ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോണും എന്ന് പറയുന്ന ഘടകങ്ങൾ ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചു. അത് ഇന്ന് ഇങ്ങോട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോഴത്തേക്കും ആറ്റത്തിനകത്ത് ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോണും മാത്രമല്ല, പോസിട്രോണും ന്യൂട്രിനോയും ആന്റി ന്യൂട്രിനോ എന്ന് പറയുന്ന വേറെ ഘടകങ്ങളൊക്കെ ഉണ്ടെന്നും പിൽക്കാല കണ്ടുപിടുത്തങ്ങൾ അല്ലെ, നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇന്നത്തെ കാലത്തെ കണ്ടുപിടുത്തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് പഠിക്കാനുള്ളത് ആറ്റത്തെ കുറിച്ചാണ്. അപ്പൊ ആറ്റത്തിനകത്ത് വരുന്ന കണികകളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ജെ തോംസനെ കുറിച്ചല്ലേ? അപ്പൊ ജെ തോംസനെ കുറിച്ച് നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണമല്ലോ. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ജെ തോംസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ജെ തോംസൺ ആണ് നമ്മുടെ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്. എന്തിനെ കണ്ടുപിടിച്ചു? ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചു ആണല്ലോ. പിന്നെയോ ഒരു മോഡല്, ഒരു ആറ്റത്തിന് ഒരു മോഡല് മുന്നോട്ട് വെച്ചു. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജ് ആണ്. നമുക്കറിയാലോ ആറ്റത്തിൽ 3 പാർട്ടിക്കിൾസ്, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ ആണല്ലോ. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത ഘടകമാണ്. ഇത് നമുക്കറിയാം ആണല്ലോ. ആറ്റത്തിന്റെ സ്ട്രക്ചറിൽ ഇത്രയും കാര്യം നമുക്കറിയാം. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും അളവ് തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ഒരാറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആകുന്നത് ആണല്ലോ. വൈദ്യുതപരമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥിരത, ഒരു ആറ്റത്തിന് ഒരു സ്ഥിരത വരുന്നത് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും അളവ് തുല്യമായതുകൊണ്ടാണ്. ഇലക്ട്രിക്കലി അവര് ന്യൂട്രൽ ആണ് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് ജെ തോംസൺ പറഞ്ഞു വെച്ചു. ഇനി അടുത്തത് നോക്കിക്കേ, അദ്ദേഹം ഒരു ആറ്റം മോഡൽ മുന്നോട്ട് വെച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റം മോഡലാണ് ആറ്റത്തെ സംബന്ധിച്ചുണ്ടായ ആദ്യ മാതൃക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന്. എന്ത് പറയും? പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന മറ്റു പേരാണ് റൈസിൻ പുഡിംഗ് മോഡൽ കേട്ടോ. റൈസിൻ പുഡിംഗ് മോഡൽ എന്ന് പറയും. റൈസിൻ പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ ഒരു പേരൂടുണ്ട് വാട്ടർമെലൺ മോഡൽ. എന്താണ്? വാട്ടർമെലൺ മോഡൽ. അതായത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ തണ്ണിമത്തൻ ഉണ്ടല്ലോ, തണ്ണിമത്തൻ മുറിച്ചു വെക്കുമ്പോൾ എന്ത് പറ്റും? അതിന്റെ ഭൂരിഭാഗം ഭാഗത്തും ആ ചുവന്ന നിറവും അതിനകത്ത് കറുപ്പ് നിറത്തിലെ അരികളല്ലേ, സീഡല്ലേ കാണുന്നത്. അതുപോലെയാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്നാണ് ആര് പറഞ്ഞു വെച്ചത്? നമ്മുടെ ജെ തോംസൺ പറഞ്ഞു വെച്ചത്. അതായത് ആറ്റത്തിൽ ഭൂരിഭാഗം പ്രദേശത്തും പോസിറ്റീവ് ചാർജ് വിന്യസിച്ചിരിക്കുന്നു എന്നും ആ പോസിറ്റീവ് ചാർജിനകത്ത് അങ്ങിങ് ആയിട്ട് നെഗറ്റീവ് ചാർജുകൾ ഇരിക്കുന്നു എന്നുമാണ് ആര് പറയുന്നത്? നമ്മുടെ ജെ തോംസൺ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ആറ്റത്തിന്റെ
ആ ഒരു ഘടന എന്ന് പറയുന്നത് ഭൂരിഭാഗവും എന്താണ്? പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് അവിടെ ആയിട്ട് നമ്മൾ വാട്ടർമെലണിനകത്ത് ആ ചുവന്ന ഭാഗം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്ന പ്രദേശവും ആ ഒരു ഭാഗവും, അതിനകത്തുള്ള കറുത്ത കളറിലുള്ള വിത്തുകൾ, സീഡുകൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകളുമാണെന്നാണ് ആര് പറഞ്ഞു വെച്ചത്? ജെ തോംസൺ പറഞ്ഞു വെച്ചത്. അത് ഒരു പ്ലം പുഡിങ്ങിന്റെ മോഡലായിട്ടോ ഒരു വാട്ടർമെലന്റെ മോഡലുമായിട്ടോ ഒക്കെ ഒരു സാമ്യം ഉള്ളത് കൊണ്ടാണ് ഈ മോഡലിന്, ഈ ആറ്റം മോഡലിന് ആ പേര് കൊടുത്തത്. പക്ഷെ എന്താണ്, ഈ ഒരു ആറ്റം മോഡലിന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് സ്വീകരിക്കപ്പെട്ടില്ല. പിന്നീട് അതിനുശേഷം ആര് വന്നു? നമ്മുടെ റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ, സൗരയൂഥ മാതൃക വന്നു. അതിനുശേഷം അവിടെ ന്യൂനതകൾ ഉണ്ടായി. അതിനുശേഷം എന്ത് വന്നു? നീൽസ് ബോറിന്റെ ബോർ ആറ്റം മാതൃക വന്നു. ബോർ ആറ്റം മാതൃകയാണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആറ്റത്തിന്റെ അടിസ്ഥാന മാതൃകയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ജെ തോംസനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറയാം. നമ്മൾ പറഞ്ഞു 1898 ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡല് ജെ തോംസൺ അവതരിപ്പിക്കുന്നത്. അതിലൂടെ അദ്ദേഹം പറഞ്ഞത് ഗോളാകൃതിയാണ്. ഓക്കെ, ഗോളാകൃതിയാണ് എന്തിന്? ആറ്റത്തിനുള്ളത്. ഗോളാകൃതിയാണ് ആറ്റത്തിനുള്ളതെന്നും 1898 ആര് പ്രസ്താവിച്ചു? നമ്മുടെ ജെ തോംസൺ പ്രസ്താവിച്ചു. അതുപോലെ തന്നെ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞു? തുല്യമായ അളവിൽ ഇങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ഗോളത്തിൽ, ഒരു സ്ഫിയറില് തുല്യമായിട്ട് ഇങ്ങനെ ആറ്റത്തിന്റെ മാസ് വിന്യസിക്കപ്പെട്ടിരിക്കുകയാണെന്നും, അതായത് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനകത്ത് അവിടവിടായിട്ട്, കൃത്യമായിട്ട് അവിടവിടായിട്ട് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ചാർജിനെ, അതായത് ഇലക്ട്രോണുകളെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയും ചെയ്യുകയാണ് എന്നാണ് ജെ തോംസൺ പറഞ്ഞു വെച്ചത്, ആണല്ലോ. അതുപോലെ തന്നെ ആറ്റം എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്നൊരു സങ്കല്പവും അദ്ദേഹം കൊണ്ടുവന്നു. ആറ്റംസ് എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അത് വൈദ്യുതപരമായിട്ട് അത് എന്താണ്? ന്യൂട്രൽ ആണ് എന്നുള്ളത് ആര് കണ്ടുപിടിച്ചു? നമ്മുടെ ജെ തോംസൺ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? കുറെ ന്യൂനതകള് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സ്വീകരിക്കപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു മോഡൽ എന്ത് ചെയ്തില്ല? സ്വീകരിക്കപ്പെട്ടില്ല. ജെ തോംസന്റെ മോഡൽ സ്വീകരിച്ചോ? ഇല്ല. ജെ തോംസന്റെ അറ്റോമിക് മോഡല് ആറ്റം മൊത്തത്തിൽ നിർവീര്യമാണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറഞ്ഞു വെച്ചെങ്കിലും അതിനൊരുപാട് സ്വീകരിക്കപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ന്യൂട്രോണിനെയൊക്കെ കണ്ടുപിടിച്ചല്ലോ. അപ്പൊ ന്യൂട്രോണിനെയൊക്കെ എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ള കാര്യമൊന്നും ജെ തോംസന്റെ അറ്റോമിക് മോഡലിൽ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പിന്തള്ളപ്പെട്ടു. അതിനുശേഷമാണ് ആര് വരുന്നത്? നമ്മുടെ റൂദർഫോർഡ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആര് വന്നു? റൂദർഫോർഡ് വന്നു. റൂദർഫോർഡ് എന്ത് ചെയ്തു? റൂദർഫോർഡ് ഇലക്ട്രോണിനും പ്രോട്ടോണിനും ന്യൂട്രോണിനും ഒക്കെ സ്ഥാനം കൊടുത്തുകൊണ്ട് പുതിയൊരു മോഡൽ കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ സൗരയൂഥ മാതൃക എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ് തന്നെയാണ് എന്തും കണ്ടുപിടിച്ചത്? പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത്. ശരിക്കും പറഞ്ഞ ഗോൾഡ് സ്റ്റീൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ തുടങ്ങി വെച്ച, അദ്ദേഹമാണ് പോസിറ്റീവ് ചാർജ് ഉള്ള കണികകൾ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം ആറ്റത്തിൽ ഉണ്ടെന്ന് പറഞ്ഞത് ഗോൾഡ് സ്റ്റീൻ ആണ്. അതിനെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വഴി പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യത്തെ ഉറപ്പിക്കുകയും അതിന് പ്രോട്ടോൺ എന്ന് പേര് കൊടുക്കുകയും ചെയ്തത് നമ്മുടെ റൂദർഫോർഡ് ആയിരുന്നു, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സൗരയൂഥ മാതൃകയിൽ ഇദ്ദേഹം പറഞ്ഞത് എന്താ? ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ഒരു സെന്റർ ഭാഗത്തായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നും, അവിടെ ഈ പറയുന്ന ചാർജ് ഇല്ലാത്ത കണമായിട്ടുള്ള ന്യൂട്രോണും ഉണ്ട് എന്നും, ഈ പറയുന്ന ഇലക്ട്രോണുകൾ ഉണ്ടല്ലോ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രോണുകള് നിശ്ചിതമായിട്ടുള്ള ഷെല്ലുകളില് ഇങ്ങനെ ഇരിക്കുന്നു എന്നുമാണ് ആര് പറഞ്ഞത്? നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞത്. ഈ ഷെല്ലുകളെ, ഈ ഓരോ ഇലക്ട്രോണുകളും ഇരിക്കുന്ന ഷെല്ലുകളെ അദ്ദേഹം ഓർബിറ്റുകൾ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയുമാണ് ഈ പറയുന്ന റൂദർഫോർഡിന്റെ തത്വം എന്ന് പറയുന്നത്. പക്ഷേ സ്ഥിരതയുണ്ടല്ലോ, ഒരു ആറ്റം സ്ഥിരത ഉള്ള ആളാണ്. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഒരു ആറ്റത്തിനുള്ളത്. ആറ്റം ഒരിക്കലും നശിച്ചു പോകുന്നില്ലല്ലോ. ആറ്റം സ്ഥിരതയുള്ളതാണ് എന്ന് വിശദീകരിക്കാൻ, എത്തരത്തിൽ ഒരാറ്റം സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യുന്നു, സ്ഥിരത അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെ വിശദീകരിക്കാൻ നമ്മുടെ റൂദർഫോർഡിന് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ത് ചെയ്തു? അതിനെ നമ്മൾ പിന്തള്ളി. നമ്മുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മള് ബോർ ആറ്റം മാതൃക ഇപ്പൊ എങ്ങനെയാ വരയ്ക്കുന്നേ? നടുക്ക് ന്യൂട്രോൺ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസ്, ന്യൂട്രോണും പ്രോട്ടോണും ഇരിക്കുന്ന ന്യൂക്ലിയസ് ഉണ്ട്. ഒരു ഷെല്ല്, 2 ഷെല്ല്, 3 ഷെല്ല്, ഇങ്ങനെയാണ് നമ്മൾ നിലവിലുള്ള ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ബോർ ആറ്റം മാതൃക വരയ്ക്കുന്നത്. ഓരോ ഷെല്ലിലും എന്തുണ്ട്? അവിടെ ആയിട്ട് ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാം.
പക്ഷേ റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡലിൽ എന്തായിരുന്നു എന്നറിയോ? ഇതുപോലെ സെപ്പറേറ്റ് റിങ്ങുകൾ പോലെയുള്ള ഷെല്ലുകൾ ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ആ ഒരു ചുഴി പോലെയുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ റൂദർഫോർഡ് ചെയ്തു വെച്ചത്. അപ്പൊ എന്തു പറ്റും? ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെ, സൗരയൂഥ മാതൃകയാണ്, അതായത് സോളാർ സിസ്റ്റത്തിന് റിസംബ്ലൻസ് ഉണ്ട്. സൂര്യന് ചുറ്റും ഓരോ ഭ്രമണപഥങ്ങളിലായിട്ട് ഗ്രഹങ്ങൾ ചുറ്റുന്നത് പോലെ ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഈ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ എന്ത് വരും? വ്യത്യസ്ത ഷെല്ലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒന്നിച്ചു ചേർന്ന് വന്ന് ആറ്റത്തിന്റെ നടുഭാഗത്തേക്ക് വന്ന് ആറ്റം കൊളാപ്സ് ആയി പോകാൻ, ആ ആറ്റം നശിച്ചു പോകാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആറ്റത്തിന്റെ സ്ഥിരത അവിടെ വിശദീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ നമ്മൾ അങ്ങോട്ട് സൈഡിലേക്ക് ആക്കി വെച്ചത്. എന്നാൽ ഈ റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനകത്ത് ആവശ്യമായിട്ടുള്ള മിനുക്കുപണികൾ, ഒരു അഴിച്ചുപണിയൊക്കെ നടത്തിയിട്ടാണ് നമ്മുടെ നീൽസ് ബോർ ആറ്റം മാതൃക എന്നുള്ള പേരിൽ നമ്മൾ ഇന്ന് കാണുന്ന ആറ്റം മോഡൽ കൊണ്ടുപോയി പ്രപ്പോസ് ചെയ്തത്, മുന്നോട്ട് വെച്ചത്. അതാണ് നമ്മൾ ഇന്ന് അംഗീകരിക്കുന്നത്. അപ്പോ ആറ്റത്തിന്റെ മോഡലുകളെ പറ്റി പറയുമ്പോൾ, ആറ്റം മാതൃകകളെ പറ്റി പറയുമ്പോൾ 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ആറ്റം മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മോഡലാണ്. അവിടെയാണ് എന്ത് പറയുന്നത്? ആറ്റത്തിന്റെ മാസില് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്നും അതിനകത്ത് അവിടവിടായി നെഗറ്റീവ് ചാർജ് വെച്ചിരിക്കുന്നു എന്നും പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നാണ് പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡലിലൂടെ ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. ആറ്റത്തിന്റെ ആദ്യത്തെ ആറ്റം മാതൃക അതായിരുന്നു. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന സ്ട്രക്ചർ അതായിരുന്നു. രണ്ടാമതാണ് ആര് വന്നത്? റൂദർഫോർഡ് വന്നത്. നമ്മുടെ ജെ തോംസൺ ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു ഘടകത്തെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മുടെ റൂദർഫോർഡ് വന്നിട്ട് ഇലക്ട്രോണിനും പ്രോട്ടോണിനും ന്യൂട്രോണിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്ലാനറ്ററി മോഡൽ, അതായത് സൗരയൂഥ മാതൃക കൊണ്ടുവച്ചു. അതായത് ഓരോ ഇലക്ട്രോണുകളും ഈ പറയുന്ന ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നും അവർ കറങ്ങുന്ന അവരുടെ ഒരു പാത്തിനെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുകയും ആര് ചെയ്തു? നമ്മുടെ റൂദർഫോർഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? റൂദർഫോർഡിന്റെ മോഡലിന് ആറ്റത്തിന്റെ സ്ഥിരതയെ, സ്റ്റെബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞില്ല, വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നമ്മുടെ നീൽസ് ബോർ ആറ്റം മാതൃക മുന്നോട്ട് വെച്ചു. ബോർ ആറ്റം മാതൃകയിൽ എന്ത് സംഭവിച്ചു? ആറ്റത്തിന്റെ സ്ഥിരതയെ കുറിച്ച് പറഞ്ഞു. ഈ പറയുന്ന ഇലക്ട്രോണുകളെ വെച്ചിരിക്കുന്ന ഷെല്ലുകളുണ്ട്. ആ ഷെല്ലുകൾ ഓർബിറ്റുകൾ അല്ലെ, ആ ഓർബിറ്റുകളെ ഊർജ്ജ നിലകൾ, അതായത് എനർജി ലെവലുകൾ എന്നാണ് ആര് വിളിച്ചത്? നമ്മുടെ ബോർ ആറ്റം മാതൃകയിൽ നീൽസ് ബോർ വിളിച്ചത്. അതായത് ഓരോ ഇലക്ട്രോണും, ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകൾക്ക് നിശ്ചിതമായ ഊർജ്ജമുണ്ടെന്നും ഒരു ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനുള്ള ആ നിശ്ചിതമായ ഊർജ്ജം അത് കൂടുകയും ചെയ്യില്ല, കുറയുകയും ചെയ്യില്ല എന്നും പറഞ്ഞു. അതേപോലെ തന്നെ ഒരാറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ അതത് ഷെല്ലുകൾക്കകത്ത് ഇരിക്കുന്നതും അവിടുന്ന് അതിന് സ്ഥാനഭ്രംശം ഒന്നും സംഭവിച്ചു പോകാതിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടാണെന്നും ഒക്കെ ആര് പറഞ്ഞു വെച്ചു? നമ്മുടെ നീൽസ് ബോർ പറഞ്ഞു വെച്ചു. ഊർജ്ജ നിലകളാണല്ലേ ഷെല്ലുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ KLMN അല്ലെങ്കിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഷെല്ലുകൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ K ഷെല്ല്, അതായത് ആദ്യത്തെ ഷെല്ല് നമ്മുടെ ന്യൂക്ലിയസിനകത്താണ് ആരിയിരിക്കുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത് അല്ലെ. അതായത് നമ്മുടെ ഈ പറയുന്ന ആറ്റത്തിന്റെ ഭൂരിഭാഗം പ്രദേശവും എന്താണ്? ശൂന്യമാണ്. അതിനകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും കൂടി ഒരു കേന്ദ്രഭാഗത്ത് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നു. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ആ ന്യൂക്ലിയസിന് ചുറ്റും വ്യത്യസ്ത ഊർജ്ജ നിലകളിലായിട്ട്, ഷെല്ലുകൾക്കകത്തായിട്ട്, അതായത് ഓർബിറ്റുകൾക്കകത്തായിട്ട് ആരിയ്ക്കുന്നു? ഇലക്ട്രോണുകൾ ഇരിക്കുന്നു. അവരെന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇവരെല്ലാവരോടും ഇങ്ങനെ ഒരു ബൈൻഡ് ചെയ്ത് ആ ഒരു സ്ട്രക്ചറിൽ ഇരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടാണ്. ഇതൊക്കെ നീൽസ് ബോർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആണല്ലോ. അങ്ങനെ ഈ ഇലക്ട്രോണുകളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ, ഇപ്പൊ K ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു ഊർജ്ജമുണ്ട്. അത് കൂടുകയില്ല, കുറയുകയില്ല. പക്ഷെ L ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് മറ്റൊരു ഊർജ്ജമാണ്, മറ്റൊരു അളവിലുള്ള ഊർജ്ജമാണ്. അതും കൂടുകയും ചെയ്യില്ല, കുറയുകയും ചെയ്യില്ല. അപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞത്, നീൽസ് ബോർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്തോറും, ഷെല്ലുകള് അകന്നു പോകുന്തോറും എന്ത് പറ്റും? ഊർജ്ജം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ഊർജ്ജ നിലകളല്ലേ, അതായത് ഇവര് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ന്യൂക്ലിയസുമായിട്ട് ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ K ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് ന്യൂക്ലിയസുമായിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കില്ല, ആകർഷണ ബലം ആയിരിക്കില്ല. അങ്ങ് M ഷെല്ലിലും N ഷെല്ലിലും ഒക്കെ ഇരിക്കുന്ന ഇലക്ട്രോണിന് ന്യൂക്ലിയസുമായിട്ട് ഉള്ളത്. അപ്പൊ ഓരോ ഷെല്ലുകൾ കഴിയും തോറും ഇലക്ട്രോണുകളും ന്യൂക്ലിയസുമായിട്ടുള്ള ആകർഷണ ബലം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഷെല്ലുകളുടെ എണ്ണം കൂടുന്തോറും ഇലക്ട്രോണുകളും ആ ന്യൂക്ലിയസുമായിട്ടുള്ള ആകർഷണ ബലം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു വരുന്നു എന്നുമൊക്കെ നീൽസ് ബോർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആറ്റം മോഡൽസിനെ പറ്റി പറയുമ്പോൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് ആരാന്ന് ഞാൻ പറഞ്ഞു? റൂദർഫോർഡ് ആണെന്ന് പറഞ്ഞു.
പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞു. ഈ പറയുന്ന പ്രോട്ടോണിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ, അതായത് ഒരു ആറ്റത്തില് പോസിറ്റീവ് ചാർജ് ഉള്ള കണികകൾ ഉണ്ട് എന്നുള്ള കണ്ടുപിടുത്തം ആദ്യം നടത്തിയത് ഗോൾഡ്സ്റ്റീൻ ആണ്. അതിനകത്ത് നിന്ന് പ്രോട്ടോൺ എന്ന് പറയുന്ന ആ കണികയ്ക്ക് പേര് കൊടുത്ത് അതിനെ കണ്ടെത്തിയത് നമ്മുടെ റൂദർഫോർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരാളൂടെ ഉണ്ടല്ലോ, ന്യൂട്രോണിനെ ആരാ കണ്ടുപിടിച്ചതെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു. ആരായിരുന്നു? ചാഡ്വിക് ആയിരുന്നു കേട്ടോ. ജെയിംസ് ചാഡ്വിക് ആണ് ആരെ കണ്ടുപിടിച്ചത്? ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ എന്താണ്? ചാർജ് ഇല്ലാത്ത കണമാണ്. എന്താണ്? ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ്. എങ്ങനെയാ ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഓക്കെ, ഒരാറ്റത്തിന്റെ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പറിനെ കുറച്ചാല് നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെ എണ്ണം തുല്യമാണെന്ന് നമുക്ക് അറിയാം. ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. ആണല്ലോ, കിട്ടിയല്ലോ, നമുക്ക് അത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ജെ തോംസണുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇലക്ട്രോണിനെ കണ്ടുപിടിക്കുക മാത്രമല്ല ചെയ്തത്, ഇലക്ട്രോണിന്റെ ചാർജും ചാർജ് ടു മാസ് റേഷ്യോയും ഒക്കെ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ഒരു കാര്യം കൂടെ പറയാം, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇലക്ട്രോണിനെ നമ്മൾ ഈ എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ സൂചിപ്പിക്കുന്നേ. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിന്റെ ചാർജ് എത്ര കൂളമാണെന്ന് അറിയാമോ? ചാർജിന്റെ യൂണിറ്റ് കൂളമാണെന്ന് നമുക്കറിയാം. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.602 into 10⁻⁻19 കൂളമാണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.602 into 10⁻⁻19 കൂളമാണ്. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്, അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 9.109 into 10⁻⁻31 കിലോഗ്രാമുമാണ്. ഓക്കെ, അപ്പം 9.109 into 10⁻⁻31 കിലോഗ്രാം ആണ് ഒരു ഇലക്ട്രോണിന്റെ മാസ്. അതിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.602 into 10⁻⁻19 കൂളവുമാണ്. അപ്പൊ ചാർജും മാസും കണ്ടുപിടിച്ചു. ആ ചാർജും മാസും തമ്മിലുള്ള ഒരു അനുപാതവും റേഷ്യോയും ആര് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? ജെ തോംസൺ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ജെ തോംസന്റെ സംഭാവനകൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം വന്ന ആറ്റം മോഡലുകളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം എവിടെ നിന്ന് വന്നു എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ? ഈ ചോദ്യം വന്ന വഴിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത് ആദ്യം നമ്മൾ പറയട്ടെ, SCERT ടെക്സ്റ്റ് ബുക്കിലും NCERT ടെക്സ്റ്റ് ബുക്കിലും ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം ഈ ചോദ്യം വന്നിരിക്കുന്നത്, ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ SCERT പുസ്തകത്തിൽ നിന്നാണ് വന്നത്. SCERT കെമിസ്ട്രിയിൽ 9ാം ക്ലാസിന്റെ കെമിസ്ട്രി പുസ്തകത്തിൽ 1ാം വോളിയത്തില് 1ാമത്തെ പാഠം ആറ്റത്തിന്റെ ഘടന, ചാപ്റ്റർ 1 ആറ്റത്തിന്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. നോക്കിക്കേ, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഈ പിങ്ക് കളറിൽ കാണുന്ന ഭാഗം എല്ലാം പോസിറ്റീവ് ചാർജും അതിനകത്ത് അങ്ങിങ്ങായിട്ട് നെഗറ്റീവ് ചാർജിനെയുമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതാണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക, അതായത് ജെ തോംസൺ അവതരിപ്പിച്ച മാതൃക. നോക്കിക്കേ, ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഗോളത്തിൽ, നമ്മൾ പറഞ്ഞല്ലോ ഗോളാകൃതി അല്ലെ, ആറ്റത്തിന് ഗോളാകൃതിയാണെന്നാണ് തോംസൺ പറഞ്ഞത്. പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിൽ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അതായത് നമ്മൾ വൈദ്യുതാപരമായിട്ട് ഇലക്ട്രിക്കലി നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ ആണ് എന്നുള്ളത്, നിർവീര്യമാണ് എന്നുള്ളത് ജെ തോംസൺ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ആറ്റത്തില് എന്തുകൊണ്ടാണ് ഒരു ആറ്റം വൈദ്യുതാപരമായിട്ട് ഈ പറയുന്ന നിർവീര്യമാകുന്നത്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആകുന്നത് എന്തുകൊണ്ടാണ്? അതിൽ പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെ എണ്ണം തുല്യമായതുകൊണ്ടാണ്. അപ്പൊ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതാപരമായി നിർവീര്യമാണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. എന്നാൽ പല പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണം നൽകാൻ തോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ലാത്തത് കൊണ്ട് ഈ മാതൃക പിന്തള്ളപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനമാണ് ന്യൂട്രോണിന് സ്ഥാനം കൊടുത്തില്ല. പിൽക്കാലത്ത് ന്യൂട്രോൺ കണ്ടുപിടിച്ചപ്പോ അതിനെ എവിടെ കൊണ്ടുവയ്ക്കും എന്നുള്ളത് ജെ തോംസൺ പറഞ്ഞില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിക്കേ, ജെ തോംസനെ പറ്റിയിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ട്യൂബിനുള്ളിലെ വാതകത്തെ, ഏത് ട്യൂബ്? ഡിസ്ചാർജ് ട്യൂബ്. അതാ കണ്ടോ ഇവിടെ, ഇതാണ് ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് ട്യൂബ്. ആ ഗ്ലാസ് ട്യൂബിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നിശ്ചിത വ്യാപ്തത്തിലുള്ള ഒരു വാതകത്തെ നിറച്ചിട്ട് അതിനകത്തൂടെ പലതരത്തിലുള്ള രശ്മികളെ കടത്തി വിട്ടുകൊണ്ടുള്ള പരീക്ഷണമായിരുന്നു ജെ തോംസണും അദ്ദേഹത്തിന് മുൻപും ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിക്കേ,
ട്യൂബിനുള്ളിലെ ഏത് ട്യൂബ്? ഡിസ്ചാർജ് ട്യൂബ്. ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ, അതായത് ട്യൂബിന്റെ രണ്ട് എൻഡിലും രണ്ടറ്റത്തും നമ്മൾ ഇലക്ട്രോഡുകളെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ലോഹ കഷ്ണങ്ങളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവർക്ക് ഇലക്ട്രോണുകളെ ഉത്സർജിക്കാനുള്ള, പുറപ്പെടുവിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവരെ നമ്മൾ ഇലക്ട്രോഡുകൾ എന്ന് വിളിച്ചത്. നോക്കിക്കേ, നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ, ഏത് രശ്മികളുടെ? അവിടെ നിന്ന് ഉത്സർജിക്കുന്ന ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. അപ്പൊ നോക്കിക്കേ, കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും ഉണ്ട് എന്ന് ആര് കണ്ടുപിടിച്ചു? ജെ തോംസൺ കണ്ടുപിടിച്ചു. നമുക്കറിയാലോ കാഥോഡ് റേസിന് എന്ത് ചാർജ് ആണ്? കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ അതിനകത്തുള്ള പാർട്ടിക്കിൾസിന് നെഗറ്റീവ് ചാർജ് ആണല്ലോ. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. ഇയാള് എല്ലാ പദാർത്ഥങ്ങളിലും ഉണ്ട്, എല്ലാ സബ്സ്റ്റൻസുകൾക്കകത്തും ഉണ്ട്. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം, അതിനെയാണ് നമ്മൾ E/m റേഷ്യോ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ചാർജും മാസും, ഇ എന്ന് പറയുമ്പോൾ ചാർജിനെ സൂചിപ്പിക്കും, എം എന്ന് പറയുമ്പോൾ മാസിനെ സൂചിപ്പിക്കും. ഇലക്ട്രോണിന്റെ ചാർജ് ടു മാസ് റേഷ്യോ, അതായത് E/m റേഷ്യോ കണ്ടുപിടിച്ചതും ആരാണ്? ജെ തോംസൺ ആണ്. കാഥോഡ് രശ്മികളെ കുറിച്ച് തോംസൺ നടത്തിയ പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തെക്കാൾ ചെറിയ കണികകൾ ഉണ്ടെന്ന് തെളിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കുമായിട്ട് 1906 അതും നോക്കണം, 1906 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനവും ആർക്ക് കിട്ടി? നമ്മുടെ ജെ തോംസന് കിട്ടി. 1906 അദ്ദേഹത്തിന് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ കാരണമായ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം കണ്ടല്ലോ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിൽക്കാല കണ്ടുപിടുത്തങ്ങൾക്കുമായിട്ട് 1906 നൊബേൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒറ്റ പാരഗ്രാഫിനകത്തുനിന്ന് വന്നു. അപ്പൊ പ്ലം പുഡിംഗ് മോഡലും നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇതേ ആശയം തന്നെ എവിടെയും ഉണ്ട്, നമ്മുടെ NCERT പുസ്തകത്തിലുണ്ട്. അതായത് +1 പുസ്തകം, +1 കെമിസ്ട്രി പുസ്തകത്തിൽ 2ാമത്തെ ചാപ്റ്റർ ആറ്റം ഘടന, അതായത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ആ പാഠത്തിലും 2ാമത്തെ ചാപ്റ്ററിലും എന്തുണ്ട്? 1ാം വോളിയം 2ാം ചാപ്റ്ററിൽ ഈ പറയുന്ന സെയിം കാര്യം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. E/m റേഷ്യോ ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ വാല്യൂസ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ട് +1 ടെക്സ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, തോംസൺ ആറ്റം മാതൃക 1898 വർഷം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. 1898 ജെ തോംസൺ നിർദ്ദേശിച്ചതനുസരിച്ച് ആറ്റത്തിന് ഗോളാകൃതിയാണുള്ളത്. ആറ്റത്തിന് ഗോളാകൃതിയാണ്. ആരം ഏകദേശം 10⁻10 മീറ്റർ ആണ്. അത് 10⁻−10 മീറ്റർ ആണ്. 10⁻−10 മീറ്റർ ആണ് അതിന്റെ ആരം, ആറ്റത്തിന്റെ ആരം എന്ന് പറയുന്നത്, അതായത് റേഡിയസ് എന്ന് പറയുന്നത്. അതിൽ പോസിറ്റീവ് ചാർജ് ഏകദാനമായി വിതരണം ചെയ്തിരിക്കുന്നത്, യൂണിഫോംലി പോസിറ്റീവ് ചാർജിനെ ഇങ്ങനെ നമ്മൾ വിന്യസിച്ചിരിക്കുകയാണ്, സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. ഏറ്റവും സ്ഥിരതയുള്ള വൈദ്യുത ആകർഷണ ക്രമീകരണം ലഭിക്കുന്ന രീതിയിൽ ഇലക്ട്രോണുകൾ അതിൽ ഉൾച്ചേർത്തിരിക്കുന്നു. അതായത് നമ്മൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവാൻ വേണ്ടിയിട്ട് അവിടെ ആയിട്ട് നമ്മൾ അത്രയും ഓർത്താൽ മതി. നമ്മൾ തണ്ണിമത്തം മുറിച്ചു വെക്കുമ്പോൾ അതിനകത്ത് ചുവപ്പ് ഭാഗമെല്ലാം പോസിറ്റീവ് ചാർജും അതിനകത്തുള്ള കറുത്ത കളറിലെ വിത്തുകളെല്ലാം ഇലക്ട്രോണുകളും, അങ്ങനെ ഓർക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ പ്ലം പുഡിംഗ് അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക, വാട്ടർമെലൺ മാതൃക എന്നുള്ള പേരിലും തോംസന്റെ ആറ്റം മാതൃക അറിയപ്പെടുന്നു. പോസിറ്റീവ് ചാർജ് ഒരു പുഡിംഗ് അല്ലെങ്കിൽ തണ്ണിമത്തനായും ഇലക്ട്രോണുകൾ അതിലുള്ള വിത്തുകളായിട്ടോ അല്ലെങ്കിൽ അതിനകത്തുള്ള മുന്തിരിക്ക് തുല്യമായിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് ജെ തോംസന്റെ ആറ്റമിക് മോഡലിൽ പറയുന്നത്. നോക്കിക്കേ, എന്നാലും ന്യൂനതകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആറ്റത്തിൽ മുഴുവൻ വിതരണം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആറ്റത്തിന്റെ മൊത്തത്തിലുള്ള നിർവീര്യതയെ വിശദീകരിക്കുന്നതിൽ ഈ മാതൃക വിജയിച്ചു എങ്കിലും പിന്നീടുള്ള പരീക്ഷണ ഫലവുമായിട്ട് അതിന് പൊരുത്തപ്പെടാനായില്ല. വാതകങ്ങളിൽ കൂടി വൈദ്യുത ചാലനത്തിന്റെ സൈദ്ധാന്തികവും പരീക്ഷണാത്മകവുമായ അന്വേഷണങ്ങൾക്ക് 1906 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. അത് തന്നെയാണ് നമ്മൾ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിലും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ്, ഇതും അതും ഒന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിലും ഒരേ കാര്യം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള അനുപാതത്തെ കുറിച്ച് ആര് പറയുന്നുണ്ട്? ജെ തോംസൺ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, അതിനെക്കുറിച്ചാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. E/m റേഷ്യോ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ E/m റേഷ്യോ, അതായത് ചാർജ് ടു മാസ് റേഷ്യോനെ കുറിച്ച് കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണെന്ന് പറഞ്ഞെങ്കിലും അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. നോക്കിക്കേ, E/m റേഷ്യോ എന്ന് പറയും, നമ്മൾ ചാർജ് എത്രയാണ്, ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്, ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചാർജ് ടു മാസ് റേഷ്യോ, ഇലക്ട്രോണിന്റെ ചാർജ് E എന്ന് പറയുന്നത് എത്രയാണെന്നാ പറഞ്ഞത്? ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.609 × 10⁻−19 കൂളമാണ് ആണല്ലോ. അതിന്റെ മാസ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു?
109 into 10⁻⁻31 കിലോഗ്രാം ആണ്. ഇതിനെ രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.758820 into 10⁻11 കൂളം പെർ കിലോഗ്രാം എന്ന് വരും. കൂളം പെർ കിലോഗ്രാം എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു E/M റേഷ്യോനെ കണ്ടുപിടിച്ചത്, ഈ പറയുന്ന ആ ഒരു വാല്യൂ കൃത്യമായിട്ട് കണ്ടുപിടിച്ചത് JJ തോംസൺ ആയിരുന്നു. Me എന്നുള്ളത് ഇലക്ട്രോണിന്റെ കിലോഗ്രാമിലെ മാസും, E എന്നുള്ളത് ഇലക്ട്രോണിന്റെ ചാർജ്, അതായത് കൂളത്തിലുള്ള ചാർജുമാണ്. ഇലക്ട്രോണുകളൊക്കെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ് എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് JJ തോംസണുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ JJ തോംസനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും? ആറ്റത്തിന്റെ ആദ്യത്തെ മാതൃക പ്ലം പുഡിംഗ് മാതൃക, അല്ലെങ്കിൽ റേസിൻ പുഡിംഗ് മാതൃക, അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡൽ ഓഫ് ആറ്റം കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ഇലക്ട്രോണിന് അല്ലെങ്കിൽ നമ്മുടെ ആറ്റത്തിന് ഗോളാകൃതിയാണെന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? ഇലക്ട്രോണിന്റെ ചാർജും മാസും ഒക്കെ കണ്ടുപിടിച്ച് ചാർജ് ടു മാസ് റേഷ്യോ, ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടുപിടിച്ചതും ആരാണ്? നമ്മുടെ JJ തോംസൺ ആണ്. ഇതിനെല്ലാം അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം കൂടി 1906 അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതിനോടൊപ്പം നമ്മൾ പറഞ്ഞത് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോണ് കണ്ടുപിടിക്കാൻ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള രശ്മികളെ അല്ലെങ്കിൽ കണികകളെ കുറിച്ച് ആദ്യം കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റീൻ ആണെങ്കിലും അതിന് പ്രോട്ടോൺ എന്ന് പേര് കൊടുത്ത് അതിന്റെ മാസും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ റൂദർഫോർഡ് ആണ്. ഈ കാര്യം കൂടെ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പ്രോട്ടോണ് കണ്ടുപിടിച്ചപ്പോ പ്രോട്ടോണിന്റെ മാസിനെ കുറിച്ചും ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.672 into 10⁻⁻27 കിലോഗ്രാം ആണ്. 10⁻⁻27 കിലോഗ്രാം ആണ്. 1.672 into 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത്. അത് റൂദർഫോർഡ് ആണ് കണ്ടുപിടിച്ചത്. റൂദർഫോർഡ് ആണ് കണ്ടുപിടിച്ചത്. ന്യൂട്രോണ് ജെയിംസ് ചാഡ്വിക്കുമാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, സൗരയൂഥ മാതൃക, അതിനുശേഷം നീൽസ് ബോറിന്റെ ബോർ ആറ്റം മാതൃക, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ബോർ ആറ്റം മാതൃകയ്ക്കും ഒരുപാട് ന്യൂനതകളൊക്കെ ഉണ്ട്. ആ ന്യൂനതകളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് കുറെ പ്രിൻസിപ്പിൾസ്, സിദ്ധാന്തങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അതതിന്റെ ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ ഈ 5am ക്ലബിൽ നമ്മൾ JJ തോംസനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഈ ചോദ്യം വന്നത് എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വിഷയത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. NCERT ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ +1 രണ്ടാമത്തെ ചാപ്റ്റർ, കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇനി SCERT ആണെന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 1ാം വോളിയം ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ആറ്റത്തിന്റെ ഘടന, അവിടെയും സ്ട്രക്ചർ ഓഫ് ആറ്റം തന്നെയാണ്. ഈ രണ്ട് പാഠഭാഗങ്ങളിലുമായിട്ട് ആറ്റത്തെ കുറിച്ചുള്ള വിശദ വിവരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ 5am ക്ലബിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും അടുത്തൊരു 5am ക്ലബിൽ അല്ലെങ്കിൽ മറ്റൊരു യൂട്യൂബ് സെഷനിൽ വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട്, വീണ്ടും ഒരു വിവരവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോ രാവിലെ നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും ഇന്നും ഒരു നല്ല ദിവസമായിരിക്കട്ടെ. നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഉയരാൻ കഴിയട്ടെ. ഓരോ ദിവസവും പുതിയത് എന്തെങ്കിലും ഒന്ന് ഗുണകരമായിട്ടുള്ള ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നന്നായി പഠിക്കാൻ കഴിയട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. മക്കളെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇവിടെ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 5 മണിക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഈ 5am ക്ലബിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും രാവിലെ 5 മണിക്ക് എണീക്കുക. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് സമയം നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞ ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഗുഡ് സ്റ്റാർട്ട് നിങ്ങൾക്ക് കിട്ടും. അതാണ് നമ്മുടെ 5am ക്ലബിന്റെ ലക്ഷ്യം. മാത്രമല്ല, അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് SCERT കവറേജിന് വേണ്ടി, കറണ്ട് അഫയേഴ്സിന്റെ കവറേജിന് വേണ്ടി നമ്മുടെ ടെലഗ്രാമിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ലൈവ് ക്ലാസ് നമുക്കുണ്ട്. ഓക്കെ, അങ്ങനെ 25 ദിവസങ്ങൾ കടന്നു പോയേക്കാണ്. ഇപ്പോ എനിക്ക് നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനുവേണ്ടി വൈകുന്നേരം 7:30 നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ലൈവായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിസ്കഷൻ നമുക്ക് അതിനകത്ത് നടത്താം. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബൂസ്റ്റ് ചെയ്യാം. മാത്രമല്ല, എനിക്കൊരു സർപ്രൈസും അവിടെ പൊട്ടിക്കാനുണ്ട്. അപ്പോൾ എല്ലാമായി വൈകുന്നേരം 7:30 ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കാണാം. മാറ്റം അത് ഞങ്ങൾ സൃഷ്ടിക്കും.